കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ലയൺസ് ഡിസ്ട്രിക്ട് 318ബിയുടെ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് മാഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ പാല അൽഫോൺസ കോളേജിൽ ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. അൽഫോൺസ കോളേജ് NSS പ്രോഗ്രാം ഓഫീസറായ സിസ്റ്റർ ജെയ്മി എബ്രാഹത്തിന്റെ അധ്യക്ഷതയിൽ ലയൺസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ലയൺസിബി മാത്യു പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. മാഞ്ഞൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ നിഖിൽ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റോസ്മേരി ഫിലിപ്പും മാഞ്ഞൂർ ലയൺസ് ക്ലബ്ബ് ട്രഷറർ ലയൺ ജേക്കബ് ജോയും ആശംസകൾ അറിയിച്ചു. സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി സിന്ധു പി നാരായണൻ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് വളരെ വിശാലമായ ഒരു ബോധവൽക്കരണ ക്ലാസും അത്യാവശ്യം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും NSS വോളണ്ടിയർമാർക്ക് നൽകി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്, ഐ ക്യാമ്പ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കോളേജിൽ സാധ്യതമാകുന്നത് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇവരോടൊപ്പം ചേർന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത പ്രോഗ്രാം നമുക്കൊരു വർക്ക്ഷോപ്പാണ് ഫസ്റ്റ് എയ്ഡ്. നമ്മളെപ്പോഴും സേവന സന്നദ്ധരായിട്ട് നിൽക്കേണ്ടവരാണ് NSS വോളണ്ടിയേഴ്സ്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ കോളേജിൽ തന്നെയുള്ള മറ്റുള്ളവരായിരിക്കാം, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളായിരിക്കാം. പെട്ടെന്ന് അവർക്ക് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു NSS വോളണ്ടിയറിനെ നോക്കി നിൽക്കാനായിട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത്തരം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടാവും. അപ്പോ നമുക്ക് ഈ കിട്ടുന്ന വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ 7 ഡേ ക്യാമ്പിലാണ് പോയി ചിലർക്ക് തലവേദന, പനി, ഛർദി എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വരാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ. ഇനിയിപ്പോ കോളേജിൽ എന്ത് ആവശ്യം വന്നാലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് എന്നും വളരെ വലുതാണ്. ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജ് പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരിൽ സിബി സാറിനെയും അതുപോലെ തന്നെ നിഖിൽ സാറിനെയും ജേക്കബ് സാറിനെയും ഇന്നേ ദിവസം ഇവിടെ ക്ലാസ് എടുക്കുവാനായി നമ്മുടെ ഫാക്കൽറ്റിയെ കടന്നു വന്നിരിക്കുന്ന സിന്ധു മാമിനെയും എല്ലാവരെയും ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മീറ്റിംഗ് ഏറ്റവും മനോഹരമായ പ്രോഗ്രാം ഓഫീസർമാരാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിന് മുമ്പും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നല്ലൊരു ക്ലാസ് നമുക്ക് സിമ്പിൾ മാഡം തന്നിരുന്നു. തീർച്ചയായിട്ടും ഈ വർഷവും നമുക്ക് ഇങ്ങനെ നല്ല ക്ലാസ് തരുവാനായി സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഈ സമയം മാറ്റിവെച്ച മാഡത്തിനോട് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ മാഞ്ഞൂർ ലയൺസ് ക്ലബ് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3ഓളം പ്രോഗ്രാമുകൾ മാഞ്ഞൂർ ലയൺസ് ക്ലബ് ഈ അൽഫോൺസ കോളേജിൽ തന്നെ ചെയ്തു, ഇന്തോനേഷ്യ ക്യാമ്പ് ഉൾപ്പെടെ. അങ്ങനെ നല്ല നല്ല പ്രോഗ്രാമുകൾ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 125ഓളം ക്ലബ്ബുകളാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വിവിധങ്ങളായ സ്കൂളുകളിലും കോളേജുകളിലും അറിയിക്കുന്നു. തുടർന്നും നല്ല നല്ല പ്രോഗ്രാമുകൾ തീർച്ചയായും അൽഫോൺസ കോളേജിനെ NSSുമായി ചേർന്ന് പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഈ ഒരു കോളേജിലുള്ള മുന്നിൽ നല്ല പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ ഇന്ന് തന്നെ സാധ്യതയിൽ തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രം ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പൊ നമുക്കൊരു പിന്നെ നമുക്ക് കൊടുക്കുന്നതിനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി വെരി പാനിക് ആയിരിക്കും, വലിയ സ്ലോ ആയിരിക്കണം. അതായത് ഒരു കാരണവശാലും ഹറി ചെയ്യാതെ
നമ്മൾ നമ്മുടെ കാഷ്വാലിറ്റി, അതായത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോകുന്ന ആളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതെ വളരെ സ്ലോ ആയിട്ട് വളരെ ബോൾഡായിട്ട് നിന്ന് വേണം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. ക്വിക്കലി ക്വയറ്റ്ലി കൊടുക്കണം. പിന്നെ സ്റ്റോപ്പ് എനി ബ്ലീഡിങ്, ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. റീഅഷ്യൂർ ദ കാഷ്വാലിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്നേക്ക് ബൈറ്റിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോഴാണ് റീഅഷ്യൂർ ദ കാഷ്വാലിറ്റി മോർ ഇമ്പോർട്ടൻ്റ് ആണ്. പാമ്പ് കടിച്ചു, എന്നെ എന്തോ കടിച്ചു, പാമ്പ് കടിച്ചു എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു തുടങ്ങി, പാമ്പാണോ, ഏത് പാമ്പാണോ, എവിടെയാണോ പാമ്പ്, ഇങ്ങനെ നമ്മൾ അലർട്ടായിട്ട് തന്നെ എന്ത് പറ്റും, പേഷ്യന്റിനെ നമുക്ക് കാമാക്കി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്നേക്ക് ബൈറ്റ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ തന്നെ കാരണം സ്നേക്ക് ബൈറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് കറക്റ്റായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാമ്പ് കടിച്ചിട്ട് ഒരു അത്താഴം വല്ലതും മുടങ്ങണം എന്ന് പറയുന്നത് അറിയാമോ? അങ്ങനെ കേട്ടിട്ടില്ലേ? നീർക്കോലി കടിച്ചാലും ഒരു അത്താഴം മുടങ്ങണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് മെറ്റബോളിക് റേറ്റ്സ്, ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടും. ഉപാപചയ പ്രവർത്തനങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇങ്ങനെ നമ്മൾ കോമണിൽ കൂടുതലായിട്ട് നമുക്ക് റണ്ണിങ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോൾ പാമ്പിന്റെ വിഷം എത്രയും പെട്ടെന്ന് നമ്മുടെ വൈറ്റൽ ഓർഗൻസിൽ സാധാരണയെക്കാളും കൂടുതൽ വളരെ സ്പീഡിൽ നമ്മുടെ വൈറ്റൽ ഓർഗൻസിൽ എത്തുകയും അതിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതിനാണ് നീർക്കോലി കടിച്ചാൽ ഒരു ദിവസത്തിൽ അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ പഴഞ്ചൊല്ലുകൾ ആംഗിൾ ഉണ്ടായിരിക്കണം, 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം, നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മുടെ ഷോൾഡർ മൂവ്മെന്റ് ആവാൻ പാടില്ല, നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഹിപ്പ് മൂവ്മെന്റ് വേണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പോയിന്റ്സ് ടു ബി റിമെമ്പറാണ് CPR കൊടുക്കുന്നതിന് മുമ്പ്. പിന്നെ നമ്മൾ 30 കംപ്രഷൻ കൊടുത്തിട്ട് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് രോഗിയുടെ തല കൈങ്ങനെ പിടിച്ച് ഇതാ മുകളിലോട്ട് വെച്ചിട്ട് ഈ വെള്ളം കൊണ്ട് നോസ് ബ്ലോക്ക് ചെയ്ത് ചില്ല് നമ്മൾ ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വായിക്കകത്ത് എന്തെങ്കിലും ഫോറിൻ ബോഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് എടുത്ത് കളയും. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കർച്ചീഫോ ഗോസ് പീസ് നമ്മുടെ സാരിയുടെ തുമ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വായിലെ മൂക്കിലിട്ടിട്ട് ശക്തിയായിട്ട് ഊതണം. ഊതി കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ബ്രീത്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ഊതുന്ന ബ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെയാണ് CPR കൊടുക്കുക. നമ്മളെടുക്കും. ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം, എടുക്കുന്നില്ല, പൾസ് നോക്കി ശ്വാസം എടുക്കുന്നില്ല. പിന്നെ ഞാൻ CPR കൊടുക്കുകയാണ്. 2 നിപ്പിളിന്റെ ഇടയ്ക്ക് കൈ വെച്ചു. എന്നിട്ട് പൊസിഷൻ ഞാൻ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഓരോ കംപ്രഷൻ കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടണം. അതായത് നമ്മൾ ഓരോ കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുക. അതിനെ തിരിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്പേസ്, ഒരു ടൈം നമ്മൾ കൊടുക്കണം. ഹാർട്ടിന്റെ റീകോയിലിംഗ് ടൈം നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കുവാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ഇങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം കൊടുക്കണം? 10 തവണ. ഇത് 30 തവണ കൊടുക്കണം. പിന്നെ ഞാൻ തല തിരിച്ച് വെച്ച് ലിഫ്റ്റ് ചെയ്ത് നോസ് ബ്ലോക്ക് ചെയ്തിട്ട് സ്ഥാനത്തുമ്പ് വായുടെ മുകളിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കുത്തി ഇവിടെ ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത് തോന്നും നമ്മൾ പ്രഷർ കൊടുത്തു. ഇവിടെ 2 മൗത്ത് കൊടുത്തു, 30 കംപ്രഷൻ കൊടുത്തു, 2 മൗത്ത് റെസ്പിറേഷൻ കൊടുത്തു. ഇങ്ങനെ 5 സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. 5 സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഇനി എപ്പോൾ നിർത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു മൂവ്മെന്റ് നമ്മളൊരു 3 സൈക്കിൾ, അതായത് 30-2 വെച്ച് 3 സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് കൈകൾ അനക്കാൻ തുടങ്ങി, വിരകൾ അനക്കാൻ തുടങ്ങി. അപ്പോൾ പേഷ്യന്റ് റിക്കവറായി നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ എപ്പോഴത്തെ സ്റ്റോപ്പ് ചെയ്യാം, ബോഡിയുടെ സ്കിൻ കളറൊക്കെ ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വെർബൽ പറയുവാനായിട്ട് പേഷ്യന്റ് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നയാള് എപ്പോൾ ടയേർഡ് ആകുന്നോ അപ്പോൾ നിർത്തണം. CPR കൊടുക്കുന്നയാള് എപ്പോൾ ടയേർഡ് ആകുന്നോ അപ്പോൾ നിർത്തണമെങ്കിൽ വേറൊരാൾ നമുക്ക് CPR തരുന്നത്. പിന്നെ ആർക്കാണ് CPR കൊടുക്കാൻ പാടില്ലാത്ത ജസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിനുള്ള ഹാൻഡ് വെച്ചിരിക്കുന്നുണ്ടോ? അടുത്തത് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ പൊസിഷൻ ഉണ്ടോ? നമ്മുടെ തല പുറകോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് താടി മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ പൊസിഷൻ പഠിച്ചു തുടങ്ങിയത്. ലിഫ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് സീൽ ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, നമ്മൾ നോസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ
ചെവിൻ്റെ ഉറയും കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ 5 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കും. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റീഫ്രാക്ചർ എന്നാണ്. അതാണ് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ്. ഹെഡ് ടിൽറ്റ് ചെയ്യുന്ന മിക്സഡ് ആദ്യത്തേത്, ചിൻ ലിഫ്റ്റ് ചെയ്യുന്ന മിക്സഡ് രണ്ടാമത്തേത്, ഹെഡ് ടിൽറ്റ് അല്ലെങ്കിൽ ചിൻ ലിഫ്റ്റ് മെത്തേഡാണ് മൂന്നാമത്തെ മിക്സഡ്. എന്ന് മനസ്സിലായോ? അടുത്തത് ഈ ഒരു മെത്തേഡ് അതിനെ നമ്മൾ ജോ ത്രസ്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അത് പറയാൻ കാരണം അതുകൂടെ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഹൈറ്റിൽ നിന്ന് വീണ ഒരാൾ, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തെങ്ങിൽ നിന്ന് വീണ ഒരാളെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ചിൻ ലിഫ്റ്റ് മെത്തേഡ് ഉപയോഗിക്കരുത്. കാരണം അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.